ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ബ്രേക്കപ്പിന് റീസൺ പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കും. ചിലർ ബ്രേക്കപ്പ് ആവാണ്ട് പ്രണയിക്കുന്നവരൊക്കെ ഉണ്ട്, അത് വേറെ കാര്യമാണ്. ഞാൻ പറയുന്നത് ബ്രേക്കപ്പ് ആയവരുടെ കാര്യമാണ് കേട്ടോ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാൻ നിൽക്കുന്നവരുടെ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ ബ്രേക്കപ്പിന് പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ആ ഒരു റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മ്യൂച്വലായിട്ട് രണ്ടുപേരും പറഞ്ഞ് ബ്രേക്കപ്പ് ആവുന്നതായിരിക്കും. എന്തായാലും ജെന്യുവിൻ ആയിട്ട് നമ്മൾ ഒരാളെ പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അത് ആ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി പെയിൻഫുൾ ആണ്. ഇച്ചിരി അല്ല, വല്ലാണ്ട് വലിയ രീതിക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്, ജെനുവിൻ സ്നേഹമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രോപ്പർ ഹീലിംഗ്, ഈ ഒരു ബ്രേക്കപ്പിന്റെ പെയിനിൽ നിന്ന് ഒരു പ്രോപ്പർ ഹീലിംഗ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിക്ക് നമ്മളെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ ഡിപ്രഷനിലേക്ക് പോവാം. ആ ഡിപ്രഷനിൽ നിന്ന് അത് വലിയ വലിയ പ്രശ്നങ്ങളായി സൂയിസൈഡ് വരെ എത്തി നിൽക്കുന്ന കുറെ ബ്രേക്കപ്പ് ഇഷ്യൂസ് ഉണ്ട് അല്ലേ, നമ്മൾ ഒത്തിരി കേൾക്കുന്നതാണ്. അപ്പോൾ ഈ ഹീൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ബ്രേക്കപ്പ് നമ്മളൊന്ന് മെന്റലി പ്രിപ്പയർഡ് ആവുക, സെറ്റ് ആയിട്ട് വരാൻ നമുക്ക് കുറച്ച് സമയം വേണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ പ്രോപ്പർ ഹീലിംഗ് എന്ന് പറയുന്നത് ആഫ്റ്റർ ബ്രേക്കപ്പ് ഓരോ വ്യക്തികൾക്കും ഓരോ രീതിക്കായിരിക്കും. ചിലവർ പെട്ടെന്ന് നമുക്ക് സെറ്റായിട്ട് വരുന്നവരുണ്ട്, വളരെ ഈസി പ്രോസസ് ആയിരിക്കും അവർക്ക്. ചിലർക്ക് കുറച്ച് ടഫായിരിക്കും, കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളും അല്ലെങ്കിൽ വളരെ സാഡ് ആയിട്ടുള്ള മൂഡിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ആഫ്റ്റർ ബ്രേക്കപ്പ് നമ്മൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പ്രസ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നിട്ടുണ്ട്, അത് നീ ബ്രേക്കപ്പിന്റെ വിഷയം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. എന്ത് സങ്കടമാണെന്നുണ്ടെങ്കിലും ആരടുത്തും പറയാണ്ട് ഉള്ളിൽ ഒതുക്കി ആരും അറിയാണ്ട് അത് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിൽ. അപ്പം എന്ത് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സാഡായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കരുത്. ഒറ്റയ്ക്ക് ഒരു മുറിയിലൊക്കെ അടച്ചിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത, നിങ്ങൾ അത്യാവശ്യം കേൾക്കുന്ന, നിങ്ങളെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കുക. അത്യാവശ്യം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഓപ്പണായിട്ട് അവർക്ക് സംസാരിക്കുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. ചില വ്യക്തികൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് ആരുടെയും ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ ആരെങ്കിലും ഒന്ന് കേട്ടാൽ മതി, ഒന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. കാരണം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സമാധാനം കുറച്ചൊന്നുമല്ല. അതുകൊണ്ടാണ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളെ ജഡ്ജ് ചെയ്യാത്തൊരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഓപ്പണപ്പായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് കെയറിന് നിങ്ങൾ അധികവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമാണത്. നിങ്ങൾ അതന്നെ ആലോചിച്ചിരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അയ്യോ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞാൽ അതന്നെ ആലോചിച്ചിരിക്കേണ്ട. ഓഫ്കോഴ്സ് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ അത് ഓവർകം ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. അതെന്നെ ആലോചിച്ചിരുന്നാൽ നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോ? ഇല്ല, പോകാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് തന്നെ ആലോചിച്ചിരിക്കാണ്ട് നിങ്ങളുടെ ലൈഫിൽ എത്രയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എത്രയോ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊരു ഇൻസിഡൻറ്റ് മാത്രമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുക. സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണോ അത് ചെയ്യാം, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണോ അത് ചെയ്യാം, എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ സാഡായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം ഫിസിക്കലി വർക്കൗട്ട് ചെയ്യാനായിട്ട്, ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട്, ഫിസിക്കലി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മുടെ ശരീരം അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശരീരം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്, ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, ഡോപ്പമൈൻ പോലുള്ള. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ ഡോപ്പമൈൻ പോലുള്ള ഹോർമോൺസ്, ഹാപ്പി കെമിക്കൽസ് ഒക്കെ ഇമ്പ്രൂവ് ആവും എന്നുള്ളത്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആയിട്ടിരിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബോഡി ആണെന്നുണ്ടെങ്കിലും മൈൻഡ് ആണെന്നുണ്ടെങ്കിലും എനർജറ്റിക് ആയിട്ടിരിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ, ഫിസിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ
കൊടുക്കേണ്ട ഒരു സമയമാണ് ആഫ്റ്റർ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മളൊന്ന് ഡൈവേർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങുള്ളൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ബ്രേക്കപ്പ് ആയി എന്ന് വെച്ചിട്ട് നമ്മുടെ ഈ കോണ്ടാക്റ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഈ കോണ്ടാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകൂടെ, ആസ് എ ഫ്രണ്ട് നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാലോ, ലൈക്ക് ചെയ്യാലോ, ഫോട്ടോസൊക്കെ കാണുന്നതുകൊണ്ട് എന്താ തെറ്റ്, അതുകൊണ്ടൊന്നും പ്രശ്നമില്ലല്ലോ എന്നുള്ളത്. അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 90%, 99% പറയുന്നത് നമ്മളെപ്പോഴും ആ ഒരു ബ്രേക്കപ്പായ വ്യക്തിയായിട്ട് ഒരു നോ കോണ്ടാക്ട് റൂള് വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ആഫ്റ്റർ ബ്രേക്കപ്പ് നമുക്ക് ഹീൽ ചെയ്യേണ്ട കുറച്ച് സമയമുണ്ട്. നമ്മുടെ ബ്രേക്കപ്പ് കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു പെയിന് ഹീൽ ചെയ്യാൻ, ആ ഒരു പെയിന് മാറിക്കിട്ടാൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കണം, അല്ലെ, ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. ആ ഹീലിംഗ് ടൈമിൽ, ഹീലിംഗ് സ്പേസിൽ നമ്മൾ ഈ ഒരു വ്യക്തിയായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയെ ആ ഒരു അത്രയും റിലേഷൻഷിപ്പിലായിരുന്ന ഒരു വ്യക്തിയുടെ ആ സ്ഥാനത്ത് പെട്ടെന്ന് നമുക്ക് ഫ്രണ്ടായിട്ട് കാണാനൊന്നും പറ്റില്ല. അത് എത്രയൊക്കെ നമ്മൾ മൈൻഡ് പ്രിപ്പയർ ചെയ്തിട്ടിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു അല്ലാന്നുണ്ടെങ്കിൽ ആസ് എ ഫ്രണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഇട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റിക്കോളണം എന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മനസ്സിലെ വേദന മാറിക്കോളണം എന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു വ്യക്തിയെ കാണുന്നു, സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുന്നേ കഴിഞ്ഞു പോയ കുറേ ഓർമ്മകളായിരിക്കും നമ്മൾ അലട്ടുന്നുണ്ടായിരിക്കുക. വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഡിസിഷൻ എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയം ഇതായിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരു കോണ്ടാക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരിക്കും. അപ്പം അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഈ ആഫ്റ്റർ ബ്രേക്കപ്പ് ആ ഒരു വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഒരു ഹീലിംഗ് ടൈം നമ്മൾ കൊടുക്കണം, ഹീലിംഗ് സ്പേസ് നമ്മൾ കൊടുക്കണം. ഫ്യൂച്ചറിൽ ഡിസിഷൻ എടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീയാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്, നീ എൻ്റെ കൂടെ ലൈഫ് ലോങ് വേണം, നീയാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്രയും ഡീപ്പായിട്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ളതൊക്കെ. പക്ഷെ ആഫ്റ്റർ ബ്രേക്കപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ആ ഒരു പാർട്ട്ണർ ഇല്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റും. ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ, ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാണ്ട്, ഒരു ഹെൽപ്പ് ഇല്ലാണ്ട്, എപ്പോഴും ഒരാൾ കൂടെ ഇല്ലാണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ആഫ്റ്റർ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്നുള്ള ഒരു ഗഡ്സ് ബിൽഡപ്പ് ചെയ്തെടുക്കാനുള്ള സമയം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് തനിയാണെന്നുണ്ടെങ്കിലും എനിക്ക് പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ആഫ്റ്റർ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. ഇനിയിപ്പോൾ എത്രയൊക്കെ നോ കോണ്ടാക്ട് റൂള് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലും, എത്രയൊക്കെ സംസാരിക്കാണ്ടിരുന്നാലും, ചില സിറ്റുവേഷനിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കാണേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേ ബി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫ്രണ്ട്സിൽ ഒത്തിരി പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് മ്യൂച്വൽ ഫ്രണ്ട്സിൽ ഒത്തിരി പേരുണ്ടായിരിക്കും. ആ സമയത്തൊക്കെ നമുക്ക് കാണേണ്ടി വരും, ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. സംസാരിച്ചില്ലെങ്കിൽ കാണേണ്ടെങ്കിലും വരും, കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കണമല്ലോ, അല്ലേ? അപ്പം അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവെയർ ആയിരിക്കുമല്ലോ, കാണേണ്ടി വരും, സംസാരിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കുക, ഓൾറെഡി സംസാരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. എങ്ങനെ നമ്മൾ ഇനി കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അത്രയും ഒരു വല്ലാണ്ടൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ട് എങ്ങനെ ആ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് ഓപ്പൺ ആയിട്ട് പറയാം ആ വ്യക്തിയായിട്ട്, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴുള്ള ആ ഒരു ഇഷ്ടം പോലും ഇല്ലാണ്ടാവും എന്നുള്ള പ്രശ്നം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ പോലും പോയി കിട്ടും, അത്രയും വെറുക്കും നിന്നെ. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമ്മുടെ ലൈഫിനെ അത് ബാധിക്കും. ഒരു മാരിറ്റൽ ലൈഫിലേക്ക് പോയാലും അപ്പോഴും നമ്മളെ ബാധിക്കും, നമ്മുടെ കരിയറിനെ ബാധിക്കും. എല്ലാം കൊണ്ടും നമുക്ക് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിച്ച പോലൊരു വ്യക്തി ആവുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ച പോലൊരു റിലേഷൻഷിപ്പ് ആവുന്നില്ല, വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കുക, എനിക്കിത് വർക്കൗട്ട് ആവുന്നില്ല, സോ നമുക്ക് ബ്രേക്കപ്പ് ആവാം, അതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പറയാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇത് ഉള്ളിലിട്ട് ഇങ്ങനെ പുഴുങ്ങി ലാസ്റ്റ് ഇത് വലിയ പ്രശ്നമൊക്കെ ആയി, ബ്രേക്കപ്പ് ആവാൻ നോ പറയാണ്ട് പറ്റാണ്ടായി, അവസാനം നോ പറഞ്ഞ് ബ്രേക്കപ്പായി, പിന്നെ വ്യക്തി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാണ്ടായി, പിന്നെ ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വേറെയായി, പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ ഡിപ്രഷൻ ആവുന്നു, സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്നു.
ഒത്തിരി ബാക്കിൽ കുറേ വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം എപ്പോഴും നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഓപ്പണായിട്ട് വളരെ മാന്യമായി വൃത്തിക്ക് പറയുക, നോ പറയേണ്ടതാണ് നോ പറയുക, ബ്രേക്കപ്പ് ആവാന്ന് പറയുക. മനസ്സിലാവേണ്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, പക്ഷെ നമ്മുടെ സൈഡ് നമ്മൾ ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, പിന്നെ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞിട്ട് ഒരാളും സാഡായിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓവർകം ചെയ്യണം. ഇൻ ഫ്യൂച്ചർ കുറേ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാണ്ട് ജീവിക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്. ഓക്കെ.